കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനം. ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷം കടുത്ത പ്രക്ഷോഭവുമായി രംഗത്തെത്തിയെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില നിർണായക ഫയലുകളും രേഖകളും കഥയാകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിക്ക് അടിത്തറയിട്ടിട്ടും ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയതും മുൻ LDF സർക്കാരാണെന്ന തെളിവുകൾ പുറത്തുവന്നതോടെ പ്രതിപക്ഷം കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ വിവാദത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് 2022 മുൻ LDF സർക്കാരിന്റെ കാലത്തേക്കാണ്. അന്ന് കർഷക സൗഹൃദ നയമെന്ന പേരിലാണ് വിദേശ മദ്യ ചട്ടത്തിൽ വിപ്ലവാത്മകമായ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കശുമാങ്ങ, ചക്ക, കൈതച്ചക്ക, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വീര്യം കുറഞ്ഞ വൈനും മദ്യവും ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകുമെന്നതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. കർഷകർക്ക് വലിയ വരുമാന മാർഗം ഉണ്ടാകുമെന്ന രീതിയിൽ ഈ നീക്കമെന്ന് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനായി രൂപീകരിച്ച മൈക്രോ ഡിസ്റ്റിലറി റൂൾസ് കർഷകരെയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട മദ്യ കമ്പനികളെ സഹായിക്കാനാണ് വഴി തുറന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. കർഷകരുടെ മറവിൽ വൻകിട ലോബികൾക്ക് സംസ്ഥാനത്തേക്ക് കടന്നുവരാൻ ചട്ടങ്ങളിൽ ലളിതമായ ഭേദഗതികൾ വരുത്തുകയായിരുന്നുവെന്ന ആക്ഷേപം ഇതോടെ ശക്തമായി. ചട്ടഭേദഗതി വന്നതിന് തൊട്ടു പിന്നാലെ ആഗോള മദ്യഭീമനായ ബക്കാർഡി അടക്കമുള്ള കമ്പനികൾ അന്നത്തെ സർക്കാരിനെ ഔദ്യോഗികമായി സമീപിച്ചിരുന്നു എന്നതിന്റെ രേഖകളാണിപ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുന്നത്. 4.8% മാത്രം ആൽക്കഹോൾ അടങ്ങിയ ബക്കാർഡി ബ്രീസർ, 8% വീര്യമുള്ള ബക്കാർഡി പ്ലസ് തുടങ്ങിയ റെഡി ടു ഡ്രിങ്ക് മദ്യവിഭാഗങ്ങൾ കേരള വിപണിയിൽ വിപുലമായി വിറ്റഴിക്കാനുള്ള അനുമതിയാണ് കമ്പനികൾ തേടിയത്. കമ്പനികളുടെ താൽപര്യവും സമ്മർദ്ദങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭരണകൂടം ഇതിനായുള്ള ചുവടുവെപ്പുകൾ നടത്തിയതും. അക്കാലത്ത് ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാതിരുന്നതിന് കാരണം എക്സൈസ് വകുപ്പും ധനവകുപ്പും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസമായിരുന്നു. വീര്യം കുറഞ്ഞ ഇത്തരം മദ്യങ്ങൾക്ക് വൻതോതിൽ നികുതി ഇളവ് നൽകണമെന്ന എക്സൈസ് വകുപ്പിന്റെ ഫയൽ അന്നത്തെ ധനവകുപ്പ് സാമ്പത്തിക പ്രതിസന്ധിയും നികുതി ചോർച്ചയും ചൂണ്ടിക്കാട്ടി തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ നയപരമായ തീരുമാനങ്ങളെല്ലാം എടുത്തത് മുൻ LDF സർക്കാർ ആയിരുന്നു എന്നത് നിലവിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തെ നേരിടാൻ വലിയൊരു ആയുധമായി മാറിയിരിക്കുന്നു. ധനമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് നിലവിൽ പ്രതിപക്ഷം തെരുവിൽ സമരം ചെയ്യുന്നത്. ഈ നികുതി ഇളവ് സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്നും യുവതലമുറയെ ലഹരിക്ക് അടിമകളാക്കുമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന കൃത്യമായ കണക്കുകളാണ് സർക്കാർ നിരത്തുന്നത്. നിലവിലെ നികുതി ഘടന പരിശോധിച്ചാൽ സർക്കാരിന്റെ വാദങ്ങളിൽ യുക്തിയുണ്ടെന്ന് വ്യക്തമാകും. ബിയറിനേക്കാൾ വളരെ ഉയർന്ന നികുതി ചുമത്തുന്ന ഒരു ഉൽപ്പന്നം വിപണിയിലെത്തുമ്പോൾ അതെങ്ങനെയാണ് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് ഭരണപക്ഷം ചോദിക്കുന്നത്. ബിയറിനേക്കാൾ വില കൂടിയ ഉൽപ്പന്നമായി ഇത് മാറുമെന്നതിനാൽ സാധാരണക്കാർ ഇതിലേക്ക് ആകർഷിക്കപ്പെടില്ലെന്നും സർക്കാർ വാദിക്കുന്നു. VD സതീശൻ മുന്നോട്ട് വെച്ച ഈ കടുംപിടുത്തമുള്ള സാമ്പത്തിക ശാസ്ത്രം പ്രതിപക്ഷത്തെ വിമർശനങ്ങളുടെ തീവ്രത കുറച്ചിട്ടുണ്ട്. ഈ ഫയൽ പുറത്തു വന്നതോടെ ഇരു മുന്നണികളും ഒരുപോലെ പ്രതിസന്ധിയിലായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായി കൂടുതൽ പരിക്കേൽക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. പുതിയ നികുതി ഘടന നിശ്ചയിച്ചപ്പോൾ ധനവകുപ്പ് എക്സൈസ് മന്ത്രി ഇരുട്ടിൽ നിർത്തിയെന്നൊരാക്ഷേപം UDF-നുള്ളിൽ തന്നെ ഉയർന്നിട്ടുമുണ്ട്. നയപരമായ കാര്യങ്ങളിൽ പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയ കുറവ് മുന്നണിയിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എങ്കിലും തങ്ങൾ മുൻ സർക്കാർ കൊണ്ടുവന്ന നയത്തിന്റെ തുടർച്ചയും ഭേദഗതിയും മാത്രമാണ് വരുത്തിയതെന്ന വാദത്തിൽ VD സതീശൻ ഉറച്ചു നിൽക്കുന്നു. ഭരണം തികച്ചും സുതാര്യമാണെന്ന് തെളിയിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. സ്വന്തം ഭരണകാലത്ത് കർഷകരുടെ പേര് പറഞ്ഞ് വൻകിട മദ്യക്കമ്പനികൾക്ക് റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകാൻ ശ്രമിച്ചുവെന്ന യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും CPM-നെ പ്രതിരോധത്തിലാക്കുന്നു. അന്ന് തങ്ങൾ തുടങ്ങിയ പദ്ധതി എന്ന് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം പ്രതിപക്ഷം എതിർക്കുന്നത് ശുദ്ധമായ ഇരട്ടത്താപ്പാണെന്ന് ഭരണപക്ഷം ആരോപിക്കുമ്പോൾ വൻകിട കമ്പനികളുമായുള്ള LDF നേതാക്കളുടെ മുൻകാല കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് LDF-നും തലവേദനയാകുന്നു. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ ഈ വിഷയം സഭയെ പ്രകോപിപ്പിക്കുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി ഈ രേഖകൾ പ്രതിപക്ഷത്തിനെതിരെയുള്ള പ്രധാന ആയുധമാക്കും. മുൻ ഭരണകാലത്തെ ഫയലുകൾ ഓരോന്നായി പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാക്കളുടെ മുൻകാല നിലപാടുകളെ തുറന്നുകാട്ടാനായിരിക്കും ഭരണപക്ഷത്തിന്റെ ശ്രമം. അതേസമയം VD സതീശന് ഈ വിഷയത്തിൽ കൂടുതൽ ആക്രമണപരമായ നിലപാടിലേക്ക് നീങ്ങാനാണ് സാധ്യത. മുൻ സർക്കാർ എടുത്ത തീരുമാനങ്ങളുടെ പശ്ചാത്തലവും ഇപ്പോഴത്തെ തീരുമാനത്തിലെ സുതാര്യതയും ജനങ്ങളിലേക്ക് എത്തിച്ച് അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ അദ്ദേഹം ശ്രമിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് വലിയൊരു ലഹരി വിപണിക്ക് വാതിൽ തുറന്നിട്ടത് ആരാണെന്ന ചോദ്യത്തിന് മുന്നിൽ ഇരു മുന്നണികൾക്കും ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ചുരുക്കത്തിൽ കർഷകരുടെ ക്ഷേമത്തിനായി തുടങ്ങിയ ഒരു പദ്ധതി ഒടുവിൽ വൻകിട മദ്യ വ്യവസായികളുടെ താൽപര്യ സംരക്ഷണത്തിലേക്കും കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു പാരവെപ്പിലേക്കും വഴിമാറുന്ന കാഴ്ചയ്ക്കാണ് സംസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.